നമസ്കാരം. നമ്മുടെ ഗോവ സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പാലോലം ബീച്ചിലാണ്. ഇത് പാലോലം ബീച്ചിൻ്റെ ഏർലി മോർണിംഗ് വിഷ്വൽസാണ്. കാലത്ത് 6:30 പക്ഷേ ബീച്ച് അങ്ങോട്ട് സജീവമായിട്ടില്ല. ഇവിടെ വെളിച്ചം വരുന്നേ ഉള്ളൂ. അധികം ടൂറിസ്റ്റുകളൊന്നും ഉറങ്ങി എണീറ്റിട്ട് പോലും ഇല്ലയെന്ന് തോന്നുന്നു. വളരെ വിജനമാണ് ബീച്ച്. രാവിലെ ജോഗിങ് ചെയ്യുന്ന ശീലമുള്ളവരാണെങ്കിൽ ഇത് പെർഫെക്റ്റ് പ്ലേസാണ് ജോഗിങ്ങിന്. ഈ കടൽക്കാറ്റും ഒക്കെയായി വെയിൽ വരുന്നതിന് മുമ്പ് നമുക്ക് കൂളായിട്ട് ജോഗ് ചെയ്യാൻ പറ്റും പാലോലം ബീച്ചിൽ. ഗോവയിലെ എല്ലാ ബീച്ചിലും ഇത് പറ്റും തോന്നില്ല, കാരണം കാലങ്ക്യൂട്ടിലോ മറ്റു ബാഗയിലോ പോലുള്ള വലിയ ബീച്ചുകളിൽ ഇത് പോസിബിൾ അല്ല. ഭയങ്കര ക്രൗഡഡ്. ഓടാൻ പറ്റില്ല, സാധിക്കില്ല. ജോഗ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വന്ന ക്യാമറമാൻ എൻ്റെ കൂടെ ഓടി തളർന്നു. ബീച്ചിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതുകൊണ്ട് രാവിലെ ഓടുന്ന ശീലമുള്ളവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് പാലോലം. ഞങ്ങളുടെ കോട്ടേജിലെ കാവൽക്കാരാണ് ഈ ബ്ലാക്കും വൈറ്റും. അവരെ രണ്ടുപേരെയും അവരുടെ ഉടമ കളിപ്പിക്കുകയും കുളിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ആക്റ്റീവാണ് രണ്ടുപേരും. അവരിതേപോലെ എന്തെങ്കിലും ഒരു സാധനം, ഒരു ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കടലിലേക്ക് ഇങ്ങനെ ദൂരേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ എത്ര ദൂരത്തു നിന്നാണെങ്കിലും അത് പോയി തിരിച്ചെടുത്തുകൊണ്ട് വരും. ജോഗിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടലിൽ ചെറുതായിട്ടൊന്ന് ഇറങ്ങി ഒന്ന് കുളിച്ചതിന് ശേഷം നേരെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി. രാവിലെ ആകെ ഒരു മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ്. കാലത്ത് വെയിൽ ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ ഒരു 8:30-9 മണിയായപ്പോൾ പതുക്കെ സൂര്യൻ ഉദിച്ചു. വെയിൽ ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. പാലോലം ബീച്ചിലെ കാർ പാർക്കിങ്ങിൻ്റെ ഒരറ്റത്തായിട്ട്, അതായത് ലൈഫ് ഗാർഡ് ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ഷോപ്പുകളുണ്ട്. അവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഈ ഷോപ്പുകൾ നമ്മൾ ഇതിനു മുമ്പും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് വന്ന 2-3 തവണയും ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള ഫുഡ് ഇവിടെയാണ്. പറഞ്ഞോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിച്ച്. ഇവിടെ നമുക്ക് ബ്രെഡ് ഓംലെറ്റ് കിട്ടും, മാഗി കിട്ടും, പാവ് ബജി കിട്ടും, വടാപ്പാവ് കിട്ടും, ഇഡ്ഡലി ഉണ്ടാവും, പിന്നെ നല്ല ചായയും അവൈലബിൾ ആണ്. എല്ലാറ്റും വളരെ മിതമായിട്ടുള്ള റേറ്റേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടുന്ന് ഫോർ എക്സാമ്പിൾ ഒരു സിംഗിൾ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അതിന് 40 രൂപയാണ് ചാർജ്. അതേ ബ്രെഡ് ഓംലെറ്റ് നമ്മൾ ബീച്ച് ഫേസിങ് ചെയ്യുന്ന ഏതെങ്കിലും റെസ്റ്റോ ബാറിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു സംശയം വേണ്ട, 250 റുപ്പീസ് ഉണ്ടാവും. നായക് എന്നാണ് അങ്ങേരുടെ പേര്. വളരെ അടിപൊളി ഫുഡ്. അപ്പോൾ നല്ല പാവ് ബജി ആയാലും വടാപ്പാവാണെങ്കിൽ ബ്രെഡ് ഓംലെറ്റ് ആയാലും എല്ലാം അടിപൊളിയാണ്. 30-40 രൂപയ്ക്ക് റേറ്റ് വരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പതുക്കെ പാലോലം സ്ട്രീറ്റിലൂടെ ഒന്ന് നടന്നു. അപ്പോൾ അവിടെയുള്ള പല റെസ്റ്റോറൻറ്റുകളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ ഏർലി മോർണിംഗ് ഒന്നും ആളുകളൊന്നും പുറത്തിറങ്ങില്ല. 9 മണിക്ക് ശേഷം ഇവിടെ കടകളൊക്കെ തുറക്കുള്ളൂ. അത് എൻഫീൽഡിന്
ഇവിടുന്ന് ഗോവയിലെ എവിടേക്ക് പോകണമെങ്കിലും അതായത് അതേപോലെ തന്നെ കർണാടകയിലെ പല ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. അവിടേക്കൊക്കെ പോകാനൊക്കെ അവിടുന്ന് ടാക്സി അവൈലബിൾ ആണ്, റെൻ്റേ സ്കൂട്ടർ, റെൻ്റേ ബൈക്കൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ബ്രിട്ടീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടവർക്ക്, ഇറ്റാലിയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടവർക്ക്, ഇസ്രായേലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടവർക്ക് എല്ലാവർക്കും അതിൻ്റെ എക്സ്ക്ലൂസീവ് റെസ്റ്റോറൻറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. അത് വേണ്ട, അതെനിക്ക് അന്നേ ബോറടിച്ചത്. അതേപോലെ എക്കണോമിക്കലായിട്ട് ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ചായവാല എന്ന് പറയുന്നത്. ബസ് സ്റ്റോപ്പിന് ഓപ്പോസിറ്റാണ്. അവിടെയും നല്ല ചായയും അതേപോലെ തന്നെ മാഗി, വടാപ്പാവ്, പാവ് ബജ്ജി, ഓംലെറ്റ് പോലുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും. മിതമായ റേറ്റ് തന്നെയുള്ളൂ. ഷോപ്പുകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ഇവിടെ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 10 മണിയൊക്കെ ആവും മിനിമം. രാത്രി അതേപോലെ തന്നെ ഒരു 11 മണി വരെ എല്ലാ ഷോപ്പുകളും ഉണ്ടാവും ചെയ്യും. ഇവിടെയുള്ള പല റെസ്റ്റോറൻറ്റ്സും ലോക്കൽ ടൂറിസ്റ്റുകളെ എയിം ചെയ്തിട്ടല്ല അവർ പ്രവർത്തിക്കുന്നത്. അവരെല്ലാം ഫോറിൻ ടൂറിസ്റ്റുകളെ തന്നെ എയിം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റേറ്റും അതിനനുസരിച്ച് ഉണ്ടാവും. ഒരു ഇസ്രായേലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ 300 റുപ്പീസ് വരും മിനിമം. അതേപോലെ ബ്രിട്ടീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു 350, അങ്ങനെ പോകും റേറ്റ്. ഞങ്ങളുടെ റൂമിലേക്ക് ബീച്ചിൽ നിന്നല്ലാതെ മെയിൻ റോഡിൽ നിന്നും പോകാൻ പറ്റും. ആ വഴിയിലൂടെയാണ് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബീച്ചിനും മെയിൻ റോഡിനും ഇടയിൽ വേറൊരു കുഞ്ഞ് വില്ലേജ് ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. ആ രണ്ടിനും ഇടയിൽ തന്നെ ധാരാളം വീടുകളുണ്ട്. നമ്മൾ വിചാരിച്ചു ആക്ച്വലി നമ്മുടെ ബീച്ചിൽ നിന്ന് ആ റൂം കാണുന്നു, നമ്മുടെ റൂമിൻ്റെ ബാക്ക് സൈഡ് റോഡാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതുപോലെയല്ല. ഇതിനകത്ത് ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. നമ്മുടെ ബ്ലാക്കി വൈറ്റിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പന്മാരായി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ ഓണറുടെ വീട് ഇതാണ്. ഒന്ന് രണ്ട് പ്രാവശ്യം അവരെ ഒന്ന് കാണുകയും ഒന്ന് തൊട്ട് തലോടൊക്കെ ചെയ്യുമ്പോഴേക്കും അവർക്ക് നമ്മളെ നല്ല പരിചയമായി. നേരെ പോയി കഴിഞ്ഞാൽ ബീച്ച്, ഇത് നമ്മുടെ റൂം. ഇവിടെ താഴെയുള്ള റൂമുകളൊക്കെ നോൺ എ സി ആണ്. താഴെയുള്ള റൂമുകൾക്ക് ഒരു കോമൺ ഫ്രിഡ്ജ് ഉണ്ടാവും. മേലെയുള്ള എ സി റൂമുകളിൽ എല്ലാ റൂമിനും ഒരു ഫ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ റൂം. കുപ്പികൾ അവിടെ ഇവിടെയും. ഞങ്ങൾ പാലോലം ബീച്ചിൽ അധികം ആരും പോവാത്ത ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു സ്ഥലം, ഒരു ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്.
പാലോലം ബീച്ചിൽ വരുന്ന ബഹുഭൂരിപക്ഷം ടൂറിസ്റ്റുകൾ ഈ സ്ഥലത്തേക്ക് പോകാറില്ല. പോകുന്നതായിട്ട് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. കാരണം ആർക്കും അറിയില്ല ഇങ്ങനൊരു സ്ഥലം, ഇതിനകത്ത് തന്നെ ഇങ്ങനൊരു ഐലൻഡ് ഉണ്ടെന്നുള്ള കാര്യം അവർക്കറിയില്ല. ഒരിക്കൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാലോലം ബീച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഈ സ്ഥലമായിരിക്കും വരുന്നത്. അപ്പോൾ പാലോലം ബീച്ചിൽ വരുന്നവർ എപ്പോഴും നമ്മളെ കവാടത്തു നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വലതുവശം, റൈറ്റ് ഹാൻഡ് സൈഡിൽ വലതുവശത്ത് കാണുന്ന ആ കോർണറിൽ ഏറ്റവും അറ്റത്താണ് ഈ ഐലൻഡ് ഉള്ളത്. ഇതിന് ഐലൻഡ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറയട്ടെ, ഈ സ്ഥലം വൈകുന്നേരങ്ങളിൽ മുഴുവൻ കടലും മൂടിക്കിടക്കുന്ന സ്ഥലം, വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ്. വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം ഇവിടെ ഫുള്ള് വെള്ളം വന്നറിയും. ഇത് ഫുൾ കടലിൻ്റെ ഒരു ഭാഗം തന്നെയാവും. ആ കാലത്ത് ഈ വെള്ളം മുഴുക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 7 മണി ആയാൽ മാത്രമേ വെള്ളം പതുക്കെ ഇറങ്ങി ഒരു 9 മണിയാകുമ്പോഴേക്കും ഇതുപോലെ ഉണ്ടാവുള്ളൂ. ഞാൻ കാലത്ത് ജോഗ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ അതിൽ ഈ ഭാഗത്തൊക്കെ ആ സമയത്ത് വെള്ളം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് എടുത്ത നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന ഭാഗമാണ് നോക്കിക്ക്. വൈകുന്നേരങ്ങൾ 6 മണിക്കൊക്കെ ഈ ഭാഗം മൊത്തം വെള്ളം ഇങ്ങനെ കയറി കിടക്കായിരിക്കും. ആ ഭാഗമാണ് പകൽ സമയത്ത് നമ്മളിങ്ങനെ കാണാൻ പറ്റുക. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ അവിടെയും ഇവിടെ വെള്ളം തിളക്കണ്ടി കിടക്കുന്നല്ലാതെ സ്വാഭാവികമായിട്ടും ഒരു ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെയുള്ള സമയത്ത് ഇവിടെ വെള്ളം ഉണ്ടാവില്ല. മെയ് മുതൽ നവംബർ ഡിസംബർ വരെ ഇത് മൊത്തം കടൽ ഇവിടെ വെള്ളം കയറി കിടക്കാനേ ഉണ്ടാവും. അതിനുശേഷമുള്ള ഈ ഒരു 4-5 മാസം മാത്രമേ ഈ ഒരു പ്രതിഭാസം, അതായത് കടൽ അങ്ങനെ ഇറങ്ങിപ്പോയി ഈ ഭാഗത്തൊരു കരഭാഗമായി മാറുന്നത് നമുക്കപ്പുറം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞങ്ങളൊരിക്കൽ ഒരു മൺസൂണിൻ്റെ തുടക്കകാലത്ത് ഈ സ്ഥലമൊക്കെ ദൂരെ നിന്ന് അവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഈ കല്ലിന് മേലെയൊക്കെ വെള്ളം കയറി കിടക്കുമായിരുന്നു. അപ്പം അത്രയ്ക്ക് വെള്ളം ഇവിടെ കയറി വരും മൺസൂണൊക്കെ തുടങ്ങുന്ന സമയത്ത്. ഇത് തന്നെ 2-3 ആൾക്കുള്ള അത്രയും ഉയരത്തിലായി കല്ലിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് ഐസൊലേറ്റ് ആവും. അപ്പോഴാണ് ഇതൊരു ഐലൻഡായി മാറുക. അധികം ഫോറിൻ ടൂറിസ്റ്റുകളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അവർ പലരും മെഡിറ്റേഷൻ ചെയ്യാനും യോഗ ചെയ്യാനൊക്കെ അവർ വലിയ ശല്യമില്ലാത്തൊരു സ്ഥലം എന്ന നിലയിൽ ഇവിടെ വന്ന് അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ധാരാളം ഫോട്ടോഷൂട്ട് നടക്കാറുണ്ട്. പലപ്പോഴും ഇവിടെ വെഡ്ഡിങ് ഷൂട്ട് നടക്കുന്നത് കാണാറുണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ വരുന്ന സമയത്തിന് നോക്കി വരുന്ന കറക്റ്റായിട്ടൊരു സമയത്ത് ഇവിടെ വരണം. കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സേഫ്. 5 മണിക്ക് ശേഷം പതുക്കെ വെള്ളം കയറും. 6 മണിയാകുമ്പോഴേക്കും പാതിയോളം, നമ്മുടെ ഒരു മുട്ടറ്റത്തോളം വെള്ളം വരും. അത് 6 മണി 6:30 7 മണിയൊക്കെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് നമ്മളെ തന്നെ മുക്കുന്ന വിധത്തിൽ അത്രയ്ക്ക് വെള്ളം ഉണ്ടാവും. രാത്രി ആവുന്ന സമയത്ത് പിന്നെ പറയണ്ട, ഫുൾ മുങ്ങിക്കിടക്കുക ഇവിടെ. അതുകൊണ്ട് 6 മണിക്ക് മുമ്പ് നമ്മൾ ഈ ഭാഗത്തേക്ക് പോകുന്നവർ തിരിച്ചു വരണം. അല്ലെങ്കിൽ നമ്മൾ ആളുകളെയൊക്കെ കൂട്ടി റെസ്ക്യൂവിനൊക്കെ വേണ്ടി ബോട്ടിൽ നമ്മളെങ്ങോട്ട് കോസ്റ്റ് ഗാർഡ് കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ രാത്രി കാട്ടിൽ വിട്ടുപോകും. ഇവിടെ ഏറ്റവും അധികം ആളുകൾ വരുന്നത് വൈകുന്നേര സമയത്താണ്. കാരണം ഇവിടെ നിന്നുള്ള സൺസെറ്റ് അടിപൊളി വ്യൂ ആണ്. അതുകൊണ്ട് സൺസെറ്റ് കാണാൻ വേണ്ടി
ധാരാളം ആളുകൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ വരാറുണ്ട്. അപ്പോൾ സൺസെറ്റ് കാണാൻ വരുന്നവർ 6 മണിക്ക് മുമ്പ് തന്നെ ഇവിടുന്ന് തിരിച്ചു പോകണം. പോയില്ലെങ്കിൽ ഇവിടെ ഐലൻഡിനകത്ത് കുടുങ്ങും. പോയില്ലെങ്കിലാണ് ഇത് ഐലൻഡ് ആവുക. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ഇത് ഐലൻഡ്, പകലിലെ ഐലൻഡ് അല്ല. അദ്ദേഹം കുറേ നേരമായിട്ട് വീനോ ഞണ്ടിനെയാണ് പിടിക്കുന്നത്. അതിൽ കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല. ഇത് കണ്ടോ, പാലോലം ബീച്ചിൻ്റെ ഒരു കോർണറിൽ നിന്ന് കാണാവുന്ന ഒരു സ്റ്റണ്ണിങ് വിഷ്വൽസാണ്. നമ്മുടെ പാലോലം യഥാർത്ഥത്തിലുള്ള മെയിൻ ബീച്ചിൽ കാണുന്ന രീതിയിലുള്ളൊരു കടലല്ല ഈ ഭാഗത്ത് വരുന്ന സമയത്ത്. ഈ ഭാഗത്ത് കടലിന് കുറച്ച് രൗദ്രഭാവമുണ്ട്. ദൂരെ കാണുന്ന ആ ഇതാണ് ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പറയുന്നത്. ഇതിലൂടെ പലരും മലയിലൂടെയൊക്കെ കയറി ട്രക്ക് ചെയ്ത് ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഗോകർണിയിൽ പോലെ ട്രക്കിങ്ങും ട്രയൽസും ഒന്നും ആ രീതിയിൽ കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റില്ല. ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് അധികം ആരും പോകാറില്ല. എന്നാലും കുറച്ച് പേരൊക്കെ റിസ്ക് എടുത്ത് ഇങ്ങനെ മലയിലും വലിയ പാറക്കല്ലിലൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ചുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുള്ളത്. വൈകുന്നേരങ്ങളിൽ ഈ ഭാഗങ്ങളൊക്കെ കടൽ മൂടും. ഇതൊക്കെ വെള്ളത്തിനടിയിലായിരിക്കും. വെള്ളമില്ലാതെ തന്നെ ഇതിലൂടെ നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇതിനകത്ത് വെള്ളം കയറിക്കഴിഞ്ഞ് ഈ ഭാഗത്ത് എങ്ങനെ നടക്കാൻ പറ്റുന്നുള്ളത്. കാരണം രാത്രി മുഴുവൻ ഇത് വെള്ളം മൂടി കിടക്കുന്നതുകൊണ്ട് കല്ലിലൊക്കെ നല്ല വഴുപ്പുണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അടിതെറ്റി വീഴാൻ സാധ്യതയുണ്ട്. വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ഐലൻഡിനെ മങ്കി ഐലൻഡ് എന്നാണ് പറയുന്നത്. വേറെ എന്തോ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അധികം കോമൺ ആയിട്ട് ആളുകൾ പറയുന്ന പേരെന്ന് പറയുന്നത് മങ്കി ഐലൻഡാണ്. ഞങ്ങൾ കാലത്ത് കടലിലൊന്ന് ഇറങ്ങി കുളിക്കാമെന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് ഷർട്ടൊക്കെ അഴിച്ചു വെച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ നടന്ന് ഞങ്ങളിവിടെ എത്തിയതാണ്. അപ്പോൾ ശരീരത്ത് മൊത്തം സൺബേൺ ആയിരിക്കും. കഴുത്തിന് താഴെയും നമ്മുടെ പുറം ഭാഗത്ത് മുഴുവൻ സൺബേണായി. തലേന്ന് കയറിയ വെള്ളം അതിൻ്റെ ഏറ്റവും കുറച്ച് ഭാഗമൊക്കെ ഇപ്പോൾ ഇറങ്ങി പോകുന്നേ ഉള്ളൂ. വേണം പതുക്കെ ഒരു ഉച്ചയോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഇറങ്ങും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും പതുക്കെ വെള്ളം കയറും. അതാണ് ഇവിടുത്തെ ഒരു പ്രതിഭാസം. നമ്മുടെ പാലോലമിൽ വരുന്ന ആളുകൾ മസ്റ്റായിട്ട് ഈ സ്ഥലം വിസിറ്റ് ചെയ്യണം.
അതില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെ ആയിരിക്കും. പാലലം ഒരു സി ഷേപ്ഡ് ബീച്ചാണ്, അല്ലെങ്കിൽ വേണമെങ്കിൽ യു ഷേപ്ഡ് ബീച്ച് എന്ന് പറയാം. രണ്ട് ഭാഗത്തും ഇങ്ങനെ മലയുള്ളത് കൊണ്ടാണ് നമ്മളതിനെ ഒരു യു ഷേപ്പ് ബീച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് തിരക്കിത്തിരി ശക്തി കുറവ് എന്ന് പറയുന്നത്. തിരക്ക് ശക്തി കുറവായതുകൊണ്ടാണ് ഈ ബീച്ചിൽ ആളുകൾക്ക് കുറച്ച് കടലിലേക്കൊക്കെ ഇറങ്ങി കളിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങളൊരു 1-2 മണിക്കൂർ മങ്കി ഐലൻഡിലും ഭാഗത്തൊക്കെ ഒന്ന് സമയമൊക്കെ ചിലവഴിച്ചതിന് ശേഷം വീണ്ടും കടലിലിറങ്ങി ഒന്ന് കുളിച്ചു. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സൺബേണൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും വെയിലിന് ചൂടില്ല. നമ്മൾ കടലിൽ കുളിക്കുകയാണെങ്കിൽ പോലും ആ വെള്ളത്തിനൊരു ചെറിയ തണുപ്പുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കടലിൽ എത്ര നേരം ഇറങ്ങിയാലും എത്ര നേരം ഇറങ്ങി കളിച്ചാലും നമുക്ക് കരയിൽ കയറാൻ തോന്നില്ല. സമയം 1 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കടലിൽ നിന്ന് നേരെ ഇറങ്ങി റൂമിലേക്ക് കയറി വന്നു. നമ്മൾ ഗോവയിൽ വരുന്ന പല ടൂറിസ്റ്റുകളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമാണ്. നമ്മൾ ഒന്നിനും സമയം തികയില്ല, എത്ര പെട്ടെന്നാണ് സമയം പോയത് എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ തോന്നാത്ത ഒരു വ്യക്തിയാണ് ഈ കിടക്കുന്നത്. അങ്ങനെ ഫുഡ് പോയ്സണിങ് അടിച്ച് കിടക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് കിരണിൻ്റെ നിർബന്ധത്താൽ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.